നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സെഗ്മെന്റിലേക്ക് നമ്മൾ പോകുകയാണ്. കളിക്കളം. അപ്പൊ നമ്മൾ ആരംഭിക്കുകയാണ് നമ്മുടെ കളിക്കളം. കളിക്കളം എന്ന് പറയുന്നത് അറിയാമല്ലോ, നിങ്ങളുടെ പരിപാടിയാണ്. നിങ്ങൾ പങ്കെടുക്കുന്ന രസകരമായ ഗെയിമാണ്. അതിൽ ഗെയിമിൽ പങ്കെടുക്കാൻ നമുക്ക് ആൾക്കാരെ വേണം. ഞാൻ കുറച്ചുപേരെ ഒന്ന് സെലക്ട് ചെയ്യാം ഈ ഗെയിമിൽ പങ്കെടുക്കാൻ. ഒരാൾ ഇദ്ദേഹം ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വരൂ, താങ്കൾ വരൂ. അങ്ങനെ 4 സുന്ദരി കുട്ടികൾ നമ്മുടെ ഈ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് രസകരമായ ഒരു മത്സരമായിരിക്കും ഇവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക. നിങ്ങളുടെ നല്ല ഒരു കയ്യടി ഇവിടെ കൊടുക്കുക. അതിനുശേഷം പരിചയപ്പെടാം നമുക്ക് ഓരോരുത്തരായിട്ട്. ഓക്കെ, എന്താണ് പേര്? എന്റെ പേര് സനിത നോയൽ. എന്ത് ചെയ്യുന്നു? ഞാൻ ഫസ്റ്റ് BA പഠിക്കുന്നു. BA പഠിക്കുന്നു. എവിടെ? കോപ്പറേറ്റീവിലാണ്. കൊല്ലത്ത് തന്നെയാണ് അല്ലേ? എന്താ അടുത്താളുടെ പേര്? എന്റെ പേര് വീണ. വീണ പ്ലേ ചെയ്യാറുണ്ടോ? വായിക്കാൻ? ഇല്ല. സംഗീതത്തിൽ എന്തെങ്കിലും അഭിരുചിയുണ്ടോ? വീണയായിട്ടുള്ള പേരായതുകൊണ്ടാണ് ചോദിച്ചത്. പാട്ട് പാടത്തില്ല? രണ്ടുപേരും ഇല്ല. ഡാൻസ് കളിക്കുമോ? എന്ത് ചെയ്യുന്നു? ഞാൻ നഴ്സിംഗ് കഴിഞ്ഞു. ഇനി അടുത്ത ജോലിയിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് അല്ലേ? എന്താ പേര്? എന്റെ പേര് ചിപ്പി. എന്ത് ചെയ്യുന്നു? ഞാൻ BBA പഠിക്കുന്നു. അടുത്തയാൾ? എന്റെ പേര് അഭിരാമി. അഭിരാമി എന്ത് ചെയ്യുന്നു? +2 പഠിക്കുന്നു. കണ്ടാൽ തോന്നുന്നില്ല കേട്ടോ. ഞാൻ ഓർത്ത് ഇവരുടെയൊക്കെ ആയിരിക്കും കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള. അപ്പൊ നിങ്ങളെക്കാട്ടിലൊക്കെ ജൂനിയർ ആളാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ഈ ജൂനിയർ ആൾക്കാർക്കായിരിക്കും മത്സരത്തിൽ സമ്മാനം കൊണ്ടുപോകാനുള്ള വ്യഗ്രത കൂടുതൽ. നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അപ്പൊ നമ്മുടെ സുന്ദരിമാരെല്ലാവരും ഗെയിമിന് തയ്യാറായി റെഡിയായി നിൽക്കുകയാണ്. അവരെ ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. എന്തോ ബെല്ലൂണൊക്കെ പുറകെ കാണുന്നുണ്ട്. എന്താണോ സംഭവം? ഈ സാധനത്തിന് എന്താണ് പറയുന്നത്? എല്ലാവരും പറയുന്നത് വാലാണെന്ന്. വാലാണോ? വാലല്ല. ഇത് വാലേ അല്ല. വാലല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വാല് പോലെയുള്ള ഈ സാധനത്തിൽ നമ്മൾ 5 ബലൂണുകൾ വീതം ഇവർക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 5 ബലൂണ്, അവിടെയും 5 ബലൂണ്, ഇപ്പുറത്തും 5 ബലൂണ്. 4 സുന്ദരി കുട്ടികൾക്കും 5 ബലൂൺ വീതം പുറകിൽ വാല് എന്ന് പറയുന്ന അതേപോലെയുള്ള സാധനത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അയൽവക്കക്കാരോട് ചെയ്യുന്ന കാര്യം തന്നെ. അതായത് നമ്മുടെ സാധനങ്ങൾ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് അയൽവക്കക്കാരുടെ നശിപ്പിക്കുക. ഇത് തന്നെയാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ബലൂണുകൾ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരികളുടെ ബലൂണുകൾ പൊട്ടിക്കുക. ഏറ്റവും കൂടുതൽ ബലൂണുകൾ സേവ് ചെയ്തുകൊണ്ട് വേഗത്തിൽ മറ്റുള്ളവരുടെ പൊട്ടിച്ച് എത്ര എണ്ണം സേഫായിട്ട് ബലൂണുകൾ അവശേഷിക്കുന്നു അവർ വിൻ ചെയ്യും. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഈ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സനിതയാണ്. സനിതയ്ക്ക് നല്ലൊരു കൈയ്യടി. 2ാം സ്ഥാനത്തെത്തിയത് ചിപ്പിയാണ്. ചിപ്പിക്ക് ഗംഭീരമായ ഒരു കൈയ്യടി. അങ്ങനെ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ വീണയ്ക്ക് നല്ലൊരു കൈയ്യടി. 4ാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരാളുടെ ഉണ്ടായിരുന്നു ആദ്യമേ ഔട്ടായത്. അഭിരാമിയാണ് 4ാമതെത്തിയത്. അങ്ങനെ ഇവരുടെ 4 പേരുടെയും പൊസിഷൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇവർക്ക് 4 പേർക്കും സമ്മാനങ്ങളുണ്ട്. 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം, പിന്നെ 4ാമത് ഒരു പ്രോത്സാഹന സമ്മാനം കൂടെ നമ്മൾ നൽകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സനിതയ്ക്കാണ്. സനിതയ്ക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലൊരു കൈയ്യടി വേണം സനിതയ്ക്ക്. ആദ്യമായിട്ട് പേരുക്കട മഹാരാജ ജൂവലറി നൽകുന്ന രാജ രവിവർമ്മ ചിത്രമാണ് ആദ്യം സമ്മാനം ലഭിക്കുന്നത്. 2ാമത്തെ സമ്മാനം അറാഫ ഗോൾഡ് നൽകുന്ന വളരെ വ്യത്യസ്തമായ സമ്മാനമാണ്. നല്ലൊരു കൈയ്യടി പോരട്ടെ. പിന്നെ 3ാമതായിട്ട് ലഭിക്കുന്നത് മൂന്നാർ വാലി ടീ നൽകുന്ന ഗംഭീര സമ്മാനം. സന്തോഷമായില്ലേ സനിത? 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ചിപ്പിക്കാണ്. ചിപ്പിക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിപ്പിക്ക് കിട്ടുന്നു ആദ്യത്തെ സമ്മാനം തിരുവനന്തപുരത്തെ പ്രമുഖ സിറ്റി ബൂട്ട്സ് നൽകുന്ന ശ്രദ്ധേയമായ സമ്മാനം. നല്ലൊരു കൈയ്യടി. മരിയ പിക്കിൾസ് നൽകുന്ന മറ്റൊരു സമ്മാനം. അതോടൊപ്പം കാറ്റിയം ജൂവലറി നൽകുന്ന വ്യത്യസ്തമായ സമ്മാനം. നല്ലൊരു കൈയ്യടി. 3ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് വീണയ്ക്കാണ്. വീണയ്ക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഒപ്പം സമ്മാനം കൂടെ കൊടുക്കാം. ആയുർവേദ മിക്സ് കഷായ സോപ്പ് നൽകുന്ന ഗംഭീരമായ സമ്മാനം. ഒപ്പം ഗൾഫ് ഗോൾഡ് നൽകുന്ന ഹൃദ്യമായ സമ്മാനം. നല്ലൊരു കൈയ്യടി. സന്തോഷമായില്ലേ? പ്രോത്സാഹന സമ്മാനം ലഭിച്ചിരിക്കുന്നത് അഭിരാമിക്കാണ്. അഭിരാമിക്കും ഒരു നല്ല കൈയ്യടി കൊടുക്കാം. ഒപ്പം സമ്മാനം കൂടെ ലഭിക്കുകയാണ്.
ആദ്യത്തെ സമ്മാനം അഭിരാമിക്ക് ലഭിക്കുന്നു. സ്റ്റാർ പ്ലസ് നൽകുന്ന ഒരു ഹൃദ്യമായ സമ്മാനം. ഒപ്പം ഹാസി നൽകുന്ന ശ്രദ്ധേയമായ മറ്റൊരു സമ്മാനം. ഒപ്പം ചോദീസ് ടിപ് ടോപ്പ് നൽകുന്ന മറ്റൊരു സമ്മാനം കൂടി. എല്ലാവർക്കും സന്തോഷമായില്ലേ? അങ്ങനെ നമ്മുടെ രസകരമായ കളിക്കളം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അവർ സമ്മാനങ്ങളൊക്കെ നേടി സന്തോഷമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാൻ സമയമായിരിക്കുകയാണ്. വേഗത്തിൽ തിരിച്ചു വരാം. എ ഷോർട്ട് ബ്രേക്ക്.